നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഡിസംബർ മാസം 10-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് സ്ഥിരം മേൽവിലാസമുള്ള സ്ഥലത്ത് മാത്രമേ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാനാകൂ എന്ന ചട്ടത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഇതോടെ സംസ്ഥാനത്ത് എവിടെയെങ്കിലും മേൽവിലാസമുണ്ടെങ്കിൽ ഏത് RTO ഓഫീസിന് കീഴിലും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ്. മുൻപ് സ്വന്തം വീട് സ്ഥിതി ചെയ്യുന്ന RTO പരിധിയിൽ മാത്രമേ വാഹനം രജിസ്റ്റർ ചെയ്യുവാൻ കഴിയുമായിരുന്നുള്ളൂ. ഇതോടെ അധികാരപരിധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് RTOമാർക്ക് ഇനി വാഹന രജിസ്ട്രേഷൻ നിരാകരിക്കാനാകില്ല. ഉടമ താമസിക്കുന്നതോ ബിസിനസ് നടത്തുകയോ ചെയ്യുന്ന സ്ഥലത്തെ ഏത് RTO പരിധിയിൽ വാഹന രജിസ്ട്രേഷൻ നടത്താമെന്ന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഉടമ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ വാഹന രജിസ്ട്രേഷൻ നടത്തണമെന്ന ആറ്റിങ്ങൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ നിലപാടിനെതിരെയായിരുന്നു കോടതിയുടെ ഇടപെടൽ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്ക് 8ാം ക്ലാസ് മുതലുള്ളവർക്ക് ഇപ്പോൾ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ അവസരമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്തുക. ഡിസംബർ മാസം 15-ാം തീയതി വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരം. അതോടൊപ്പം തന്നെ 2024-25 അക്കാദമിക വർഷത്തിൽ പൊതുപ്രവേശന പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടാകും. അതും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾ അങ്ങനെയുള്ളവർക്കാണ് സൗജന്യമായിട്ട് ലാപ്ടോപ്പ് നൽകുന്ന സ്കീമിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. അതും ഡിസംബർ മാസം 15-ന് മുൻപ് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ പെൻഷൻ വാങ്ങുന്നവർ കാത്തിരുന്ന അറിയിപ്പ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമായിരിക്കുകയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ചുകൊണ്ട് സ്പെഷ്യൽ പെൻഷൻ വിതരണമാണ് ഈ മാസം ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് 2 ഗഡുക്കളായിരിക്കും വിതരണം ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്നത് 3200 രൂപയാണ്. നവംബർ മാസം 6-ാം തീയതിയാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് പെൻഷൻ ലഭിച്ചത്. അത് വിതരണം ചെയ്ത് കുടിശ്ശികയുണ്ടായിരുന്നതിൽ 1 ഗഡുവായിരുന്നു. എന്നാൽ ഇനി അതിനുശേഷം നവംബർ മാസം അവസാനം പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നുവെങ്കിലും പെൻഷൻ വിതരണം നടത്തിയിട്ടില്ലായിരുന്നു. അത് ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ചുകൊണ്ട് 2 മാസത്തെ ഒരുമിച്ച് നൽകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പുനഃക്രമീകരിച്ചിരിക്കുന്നത്. അതായത് 3200 രൂപയായിരിക്കും നമുക്ക് ഈ ഡിസംബർ മാസത്തിൽ ലഭിക്കുക. പെൻഷൻ വിതരണം ഡിസംബർ മാസം 25-ന് ക്രിസ്തുമസിന് മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവരുണ്ട്. 7 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഇത്തരത്തിൽ സഹായം വാങ്ങുന്നത്. അവർക്ക് 200 രൂപ മുതൽ 300 രൂപ വരെയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ആയതുകൊണ്ട് തന്നെ 2 തവണകളായിട്ടൊക്കെ ആയിരിക്കും ആനുകൂല്യം ലഭിക്കുക. ഒരുപക്ഷെ ആദ്യം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്തിച്ചേരാം, അതിനുശേഷമായിരിക്കും സംസ്ഥാന വിഹിതം എത്തുക. അല്ലെങ്കിൽ സംസ്ഥാന വിഹിതം ആദ്യം എത്തും, അതിനുശേഷം പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായിരിക്കും എത്തുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: APL റേഷൻ കാർഡുകളൊക്കെയുള്ള നമ്മുടെ സംസ്ഥാനത്തെ എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ആരെങ്കിലും അപേക്ഷ വയ്ക്കാൻ, അതായത് APL റേഷൻ കാർഡുകൾ BPLലേക്ക് മാറ്റാനായിട്ട് അപേക്ഷ വയ്ക്കാനുണ്ടെങ്കിൽ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. പിന്നീട് ഒരു അവസരം ചിലപ്പോൾ ലഭിക്കുന്നത് പോലുമല്ല. വീട്ടിൽ രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണെങ്കിൽ, അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള വിവിധ മാനദണ്ഡങ്ങളെല്ലാം തന്നെ പരിഗണിച്ച് കൃത്യമായിട്ടുള്ള അർഹത നൽകി അവർക്ക് BPL കാർഡുകൾ നൽകുന്നതായിരിക്കും. സർക്കാരിന്റെ സൗജന്യ അരിയും മറ്റ് ആനുകൂല്യങ്ങളും വിവിധ ക്ഷേമ പദ്ധതികളിൽ മുൻഗണന, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും ഈ മുൻഗണന റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ലഭിക്കുന്നതാണ്. ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. അവസാനമായി, സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ വർധനവ്. തിങ്കളാഴ്ച ഡിസംബർ 9-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയുമാണ് കൂടിയത്. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 7130 രൂപയിലും പവന് 57,040 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.